Hi friends, this is Albin and welcome to Albin Serb. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചെറിയ റിയാക്ഷനാണ്. നമ്മുടെ പൃഥ്വിരാജ് നായകനാകുന്ന വെളിയായത്ത് ബുത്ത എന്ന പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഒരു കുറച്ച് മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ ജയൻ നമ്പ്യാർ. പുള്ളി ഏതൊക്കെയോ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തെന്നാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്തുതി പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ ഏതൊക്കെ സിനിമ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നമ്മുടെ അനാർക്കിളിയിലൊക്കെ അതിനകത്തൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മ്യൂസിക് ബൈ ജാക്സ് ബിജോയോ. ഓക്കെ, എഡിറ്റർ ശ്രീജിത്ത് ശങ്കർ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇതിനകത്തൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കാണേണ്ടത് ട്രെയിലർ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കൺസെൻറ്റ്. കാരണം ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് പടത്തിന് മുമ്പ് ഒരു കുമ്മുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ട്രെയിലറിലോട്ട് പോകാം. മേൽപ്പറഞ്ഞ അഡ്രസ്സിൽ കഴിഞ്ഞ 55 വർഷമായി സ്ഥിരതാമസക്കാരനായ ഞാൻ 7/5/24, 8/5/24 എന്നീ ദിവസങ്ങളിൽ കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. ഇഷ്ടപ്പെട്ടായതുകൊണ്ടേ നാളെ ഇനിതിരെ ഏണിയാവണ്ടല്ലോ എന്ന് വെച്ച് ഇവിടെ ഒന്ന് ചുമ്മാ ഒരു പരാതിയും കൊടുക്കും. അവൻ നോക്കി വെച്ചാൽ അവൻ കൊണ്ടു അവൻ്റെ തൊഴിലായി ചന്ദനം മോഷണം. தெரியுதா யார் வந்திருக்காங்கன்னு? மாஸ் என்ட்ரியில நம்ம ஹீரோ ഡബിൾ മോഹൻ. പിന്നെ നാട്ടുകാർ പല പേരും വിളിക്കും. ഡബിൾ മോഹനൻ, സാൻഡൽ മോഹനൻ, ചിന്ന വീരപ്പൻ. എനിക്ക് കൊള്ളക്കാരൻ മോഹനോടാ പ്രേമം. നീ തോറ്റാ ഞാൻ വെറും ചോലക്കിലെ ചെമ്പകത്തിന്റെ മോളാ. പക്ഷെ എനിക്ക് ഡബിൾ മോഹനന്റെ ഭാര്യയായിട്ട് മറയൂട്ടോണി കൂടെ നെഞ്ചും വിരിച്ച് നടക്കണം. സാറേ, ഇതാ ഡബിളിന്റെ പരിപാടിയാണെന്ന് സാറിനും അറിയാം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഗർഭിണികളെ കയറ്റിയും കോഴിച്ചോറ് വെച്ച് ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ച് കുറെ കടത്തിയതല്ലേ? ചന്ദനം. യശോധാവല്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന എന്നർത്ഥം. അതിന്റെ തണലിൽ നിന്നാ മതി, കറ പുരണ്ടവരും തിളങ്ങും. അവനിങ്ങ് വരട്ടെ. ഇനി ഇടപാട് നമ്മൾ തമ്മിലാ. ഒരിടത്തിന്റെ ഉടമ ഇതിൽ കക്ഷിയല്ല. ഞാൻ വില പറഞ്ഞ് ഉറപ്പിച്ച ഇടപാടിന്റെ ഇടയിലോട്ട് നീ തല കൊണ്ടിട്ട ആ തല ഞാൻ എടുക്കും. ഒന്നുകൂടെ വിളയണം. അടുത്തവന്റെ നെഞ്ചത്ത ഞാൻ കൊല്ലും, ആരാണെങ്കിലും കൊല്ലും. വിളച്ചിലെടുക്കല്ലേടാ. കാക്കിയിട്ട് ഒരുപാട് ഏമാന്മാര് കയറി ഇറങ്ങി പോയ ചുരോസല്ലേ. മലയും മോഹനനും അന്നും ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. പണിവരം കിടക്കുന്നുള്ളൂ മോഹന. പതിനഞ്ചേരം ചന്ദനത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത വിലായത്ത് എനിക്കായിട്ട്. അങ്ങേരോട് പോയി പറഞ്ഞേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനിയും റൗണ്ട് ഇതില്. നീങ്ങ വാ. റൈറ്റ്, കൊളുത്തിട. 21 നവംബർ 2025. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടു. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് എന്താ പറയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ഒരിക്കലും ഇത് തിയേറ്ററിൽ മറ്റേ റിവ്യൂസ് കണ്ടിട്ട് പോയി കാണാൻ നിൽക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ചിലപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു കാര്യമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നല്ലതുണ്ട്. അതുകൊണ്ട് ഗൈസ്, റിവ്യൂസ് കണ്ടിട്ട് ഒരിക്കലും പടം കാണാൻ നിൽക്കരുത്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ട് കിടക്കാം. ആക്ച്വലി എനിക്കിത് കണ്ടിട്ട് എനിക്ക് പുഷ്പനെ ഓർമ്മ വന്നു ഗൈസ്. താഴത്തിലടാ, ഇനി താഴോ ഇല്ലയൊന്ന് തിയേറ്ററിൽ വരുമ്പം കാണാം. ഓക്കെ, ഇതിനകത്ത് എനിക്ക് പൃഥ്വിരാജിനെ ഞാൻ അല്ലു അർജുനായിട്ടും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ വൈഫായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ വള്ളി ആവാണ്ടിരുന്നാൽ മതി. ഓക്കെ, ഇതൊക്കെ തമാശയിട്ടെടുത്താൽ മതി ഗൈസ്. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ ലുക്കാണെങ്കിൽ അടിപൊളിയാണ്. പുള്ളിക്കാരൻ ഒന്ന് മാസിൽ, നമ്മുടെ മലയാളത്തിൽ ഏറ്റവും നല്ലൊരു മാസ് കാണിക്കാൻ പറ്റിയൊരു ഒരു യങ് ആയിട്ടുള്ളൊരു നടനുണ്ടെങ്കിൽ അതിപ്പം പൃഥ്വിരാജ് സുകുമാരനാണ്. അത് പല രീതിയിൽ പുള്ളി തെളിയിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് തെളിയിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ
കോമഡി ആയിക്കോട്ടെ ആക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം പക്കയായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. പ്രത്യേകിച്ച് കടുവ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ഒരു ആക്ഷൻ രംഗമൊക്കെ എങ്ങനെ പുള്ളി ചെയ്തെടുക്കും എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സോ അതിനെക്കുറിച്ച് നമ്മൾ ഇതാക്കണ്ട. പിന്നെ ഉള്ളത് നമ്മുടെ ക്യൂവിലെ നടനുണ്ട്, അവൻ്റെ പേരെന്തുവാടാ? അവൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അവനൊരു നല്ലൊരു ക്യാരക്ടറായിട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ കുറച്ച് സിനിമകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിലൊന്നാണ് ക്യൂൻ. പിന്നെ ഷമ്മി തിലകൻ്റെ മകനാണെന്ന് എപ്പോഴും ഓരോ സിനിമയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം വില്ലനായിക്കോട്ടെ, കോമഡി ചെയ്യാനായിക്കോട്ടെ, സൗണ്ട് ആ ഒരു പരമായിട്ട് അങ്ങനെ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു അച്ഛൻ, ഇല്ലെങ്കിൽ ഒരു ഇമോഷണൽ കഥാപാത്രം ആയിക്കോട്ടെ, എന്തും ആ കയ്യിലേക്ക് വെച്ച് കൊടുത്താൽ വൃത്തിയായിട്ട് ചെയ്തു തരും എന്നുള്ളത് തെളിയിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഷമ്മി തിലകൻ ഒരു സൈഡിൽ. പിന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിനെ കാണിക്കും. എനിക്കൊന്നൊരു വക്കീലോ ഇല്ലെങ്കിൽ ജഡ്ജായിട്ടാന്ന് തോന്നുന്നു അതിനകത്ത് കാണിക്കുന്നത്. ആ ഒരു സീനാണ് അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ജീപ്പ് എൻ്റെ അമ്മു ഗൈസ്, എന്താ പറയുക, തകരപ്പെട്ട ജീപ്പ്, മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു ജീപ്പ് കൂട്ടാണ്. ആ ജീപ്പിന് അതായത് എല്ലാ ഭാഗത്തും വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന കൂട്ടൊരു ജീപ്പൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, എൻ്റെ ഓരോ ഷോട്ട് ബൈ ഷോട്ട് അടിപൊളിയായിട്ടുണ്ട്. ട്രെയിലർ എന്തായാലും നല്ല രസമുണ്ട്. തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കാണാനും കുറേ നാൾക്കുള്ള ഒരു മസാലപ്പടം കാണാനുള്ള ത്രില്ലിൽ നമുക്ക് പോകാം. എന്തായാലും പുഷ്പരാജിനെ പോലെ പുഷ്പയാവാതിരിക്കട്ടെ, പുഷ്പം പോലെ പോകാതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് 21 സിനിമ തിയേറ്ററിൽ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം. അപ്പം ഇതുപോലത്തെ ഒരുപാട് നല്ല റിയാക്ഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ യു സൂൺ.